ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ചപ്പാത്തി വെച്ചിട്ട് ഒരു പിസ്സ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് രണ്ട് രീതിയിൽ ഞാനിവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് സവാള അരിഞ്ഞതും അതുപോലെ തന്നെ റെഡ് ബെൽ പെപ്പർ അരിഞ്ഞതും ഞാനിതിൻ്റെ ടോപ്പിങ്സിനായിട്ട് എടുക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മോസറല്ല ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ്സും ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ആ മാറ്റി വെച്ച ചപ്പാത്തിയിലോട്ട് കുറച്ച് പിസ്സ സോസ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ പിസ്സ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് വെച്ചും നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പിസ്സ സോസ് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിരുന്ന പച്ചക്കറി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലോണം സ്പ്രെഡ് ചെയ്ത് നമുക്കിടാം. ഞാനിപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തിയിലും അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് രണ്ട് രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നോട് നമ്മുടെ രണ്ടാമത്തെ ചപ്പാത്തിയിലും പിസ്സ സോസ് അപ്ലൈ ചെയ്തു. ഇനി അതേപോലെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ചപ്പാത്തിയിലും ഒരേപോലെ തന്നെ പിസ്സ സോസും അതേപോലെ തന്നെ വെജിറ്റബിളും എല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ രണ്ട് ടൈപ്പ് ചീസാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒന്ന് പാക്കറ്റിൽ തന്നെ ഗ്രേറ്റ് ചെയ്തത് വാങ്ങിയത്, അതുകൂടാതെ തന്നെ ഒരു ബാറ് പോലെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പോൾ അതും ഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസാക്കിയിട്ടും ഇടാവുന്നതാണ്. ഇനി മോസറല്ല ചീസിൻ്റെ ബാർ ഞാനത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്ത് ഇടാം. ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 180 ഡിഗ്രീസിൽ 10 മിനിറ്റ്സ്. ഞാനിവിടെ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ പാനിലും അതുപോലെ തന്നെ ഓവണിലും. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനൊന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരു 3 മിനിറ്റ്. അതിനുശേഷം ഞാൻ ഈ പിസ്സ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയപ്പോഴേക്കും ഞാനൊന്ന് ഇത് തുറന്നിട്ട് കുറച്ച് ഒറിഗാനോ അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് മൂടിയിട്ട് ഒരു മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.